ഹായ് മക്കളെ, അപ്പോൾ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങിയപ്പോൾ മക്കളെല്ലാവരും പറയുന്ന കാര്യമാണ്, സാർ പഠിച്ചു തീരുന്നില്ല, സാർ പഠിച്ചത് മറന്നു കൊടുക്കുന്നു. പലരും സാറിന് തന്നെ മെസ്സേജ് അയക്കുന്നത്, സാർ ഇത് കുറേ ഉണ്ടല്ലോ, പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ. മക്കളെ, നിങ്ങളൊന്നും ചിന്തിക്കുക, ഇത് ഓണം എക്സാമാണ്. റെഡി, നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൽ 1, 2, 3 ചാപ്റ്ററുകൾ മാത്രം പഠിക്കാനുള്ള ഏറ്റവും ചെറിയ എക്സാം. അതിൽ വരെ നിങ്ങൾക്ക് ഇത്രയും ഈ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താ അവിടുത്തെ പ്രോബ്ലം? ഒറ്റ ഇഷ്യൂ, ഒരൊറ്റ പ്രോബ്ലം, ഒറ്റ മിസ്റ്റേക്ക്. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്താണ്? നിങ്ങൾ പഠിച്ചു തുടങ്ങിയ ടൈം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടൈം അതാണ് പ്രശ്നം. ഓക്കെ, നിങ്ങളിപ്പോൾ പഠിക്കാൻ തുടങ്ങി എപ്പോൾ? ഈ ടൈമിൽ, എക്സാമിനോട് അടുത്ത ഈ ഒരു ടൈമിൽ. അതാണ് മിസ്റ്റേക്ക്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഒരിക്കലും ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ എക്സാമിന് പഠിക്കേണ്ടതല്ല. എക്സാം 2-3 ദിവസം കഴിഞ്ഞാൽ എക്സാമായി. ഈ ടൈം എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുള്ളതാണ്, റിവിഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നമ്മളിതാ ഇപ്പോൾ ഈ വൺ ഷോട്ട്, അതുപോലെ തന്നെ വൺ ഷോട്ട് മാരത്തോൺ, മിനി മാരത്തോൺ ഒക്കെ ചെയ്യുന്നത് എന്തിനാ? റിവിഷന് വേണ്ടിയിട്ടാണ്. പക്ഷെ പലരുടെയും തെറ്റിദ്ധാരണ എന്താ? ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാന്നുള്ളതാണ്. നിങ്ങളത് മനസ്സിലാക്കുക. ഒരിക്കലും ഒരു മിനി മാരത്തോണോ അല്ലെങ്കിൽ ഒരു വൺ ഷോട്ടോ എന്നുള്ളത് നിങ്ങൾ പഠിക്കാനുള്ളതല്ല, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയുള്ളത് മാത്രമാണ്. ആ ഒരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ ചെയ്യുന്ന ആ മിസ്റ്റേക്ക് നിങ്ങൾ മനസ്സിലാക്കുക. റെഡി, നമ്മുടെ ഒരു ബാച്ചിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, അവിടെയാണ്, ഈ ഒരു പോയിന്റിലാണ് നിങ്ങൾ ഒരു ബാച്ചിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. റെഡി, ബാച്ചിലൊക്കെ നമ്മൾ 1 മന്ത്, എക്സാമിന്റെ 1 മന്ത് മുൻപേ എക്സാമിനുള്ള സിലബസ് കവർ ചെയ്തു. ഓക്കെ, പഠിപ്പിച്ച് തീർത്തു, സെറ്റാക്കി. എന്നിട്ടോ ഈ ഒരു 1 മന്ത് അവർക്ക് റിവിഷനാണ്. ഓക്കെ, അതായത് മിനി മാരത്തോണും അതുപോലെ തന്നെ വൺ ഷോട്ടും കാര്യങ്ങളൊക്കെ റിവിഷനാണ്, അവർ റിവൈസ് ചെയ്യാണ്. അപ്പോൾ ബാച്ചിലുള്ള കുട്ടികളൊക്കെ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോ, ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളോ പഠിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. ആ ഡിഫറൻസ്, ഓക്കെ, ആ മിസ്റ്റേക്ക് മക്കൾ മനസ്സിലാക്കുക. റെഡി, അവിടെ ഈ ഒരു പോയിന്റിലാണ് നിങ്ങൾ എന്ത് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ആദ്യമേ പറയാറുള്ള ആ കാര്യം. ഓക്കെ, ഒരു ബാച്ചിലൊക്കെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ആ ഒരു ബെനിഫിറ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടത്. റെഡി, ഈ ഒരു ടൈം നിങ്ങൾ റിവൈസ് ചെയ്യുമായിരുന്നു ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലംസ് ഒന്നും മക്കൾക്ക് ഉണ്ടാകുന്നില്ല. ഓക്കെ, ഓണം എക്സാമിന് നിങ്ങൾക്ക് ഈ ഒരു മിനി മാരത്തോണോ വൺ ഷോട്ടിലോ ഒക്കെ തീർക്കാൻ പറ്റുന്നുണ്ടാവും. കാരണം ഒരു സബ്ജക്റ്റിൽ നിന്ന് 2-3 ചാപ്റ്ററുകൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, അല്ലേ? പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അടുത്ത നമുക്ക് വരാനുള്ളത് ക്രിസ്മസ് എക്സാം ആണ്. റെഡി, ഇതിന്റെ ഡബിളാ പഠിക്കാനുള്ളത്, ഡബിൾ. നടക്കൂല. ഒരു മിനി മാരത്തോണിലൂടെ വൺ ഷോട്ടിലൂടെ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുമോ? ഇല്ല. പബ്ലിക് എക്സാമിന് നിങ്ങൾ ഇങ്ങനെയാ പോകാൻ പോകുന്നത്? മിനി മാരത്തോണും അല്ലെങ്കിൽ വൺ ഷോട്ടും ഒക്കെ പഠിക്കാൻ യൂസ് ചെയ്തുകൊണ്ടാണ് പോകാൻ പോകുന്നത്? എക്സാമിന്റെ തലേന്നൊക്കെയാണോ നിങ്ങൾ ഒരു സബ്ജക്റ്റിലെ 10-15 ചാപ്റ്റേഴ്സ് പഠിക്കുക? ആണോ? ഓക്കെ, അങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ പോവാം. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നല്ല മാർക്ക് വേണം. അല്ലെങ്കിൽ സാർ ഞാൻ എല്ലാം പഠിച്ചല്ലോ, എനിക്ക് മാർക്ക് കിട്ടിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ സാർ ക്വസ്റ്റ്യൻ ടഫ് ആയിരുന്നു സാർ എന്നുള്ള ന്യായങ്ങൾ പറയാൻ പാടില്ല. ഓക്കെ, അങ്ങനെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം. കിട്ടുന്ന മാർക്ക് കൊണ്ട് എന്താക്കുക, ഓക്കെ എന്നുള്ള രീതിയിൽ ഇരിക്കുക. അല്ലാതെ നല്ല മാർക്ക് വേണം, അല്ലെങ്കിൽ ഒരു 90 and above, അല്ലെങ്കിൽ 85 and above, 80 and above മാർക്ക് വേണം എന്നാരും പറയാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓക്കെ വൺ ഷോട്ടും മിനി മാരത്തോണും ഒക്കെ എക്സാമിന്റെ പബ്ലിക് എക്സാമിനൊക്കെ ടൈമിൽ അത് മാത്രം വെച്ച് പഠിച്ചാൽ മതി, ബാച്ചിലൊന്നും ജോയിൻ ചെയ്യണ്ട. പക്ഷെ നല്ല മാർക്ക് വേണമെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കൂടാ. ഓക്കെ, ഒരു ബാച്ചിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലായിക്കൂടാ. റെഡി, ബാച്ചിലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളിതാ ഒരു 1 മന്ത് മുൻപേ നമ്മൾ എക്സാമിന്റെ സിലബസുകൾ കവർ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനാ? ഈ ഒരു മിസ്റ്റേക്ക് മക്കൾ ചെയ്യാതിരിക്കാനാണ്. ഈ ഒരു ടൈം മക്കൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കി തരുന്നതാണത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് മക്കൾ മനസ്സിലാക്കേണ്ടത്. റെഡി, അവിടെയാണ് നമ്മുടെ ബാച്ച്. ഓക്കെ, ബാച്ചിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മക്കൾ മനസ്സിലാക്കേണ്ടത്, ബാച്ചിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. റെഡി, ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ, നല്ല മാർക്ക് ഈ വർഷം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ ബാച്ചിലൊക്കെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം നമുക്കറിയാം, വെറുതെ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുക എന്നുള്ളതല്ല, അതിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈവിലൂടെയാണ് നമ്മളെല്ലാം പഠിപ്പിക്കുക. അതൊക്കെ റെക്കോർഡ് വീഡിയോസ് എക്സ്ട്രാ ഉണ്ടാവും. ഓക്കെ, ഓരോ ടോപ്പിക്കിൻ്റെയും. പിന്നെ അതുപോലെ തന്നെ PDF നോട്ട്സ് ആയിട്ടും, അല്ലെങ്കിൽ PYQs ആയിട്ടും, ചാപ്റ്റർ വൈസ് ആയിട്ടും, അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് എക്സാമുകളായിട്ടും, മോഡൽ എക്സാമായിട്ടും എല്ലാം ഉണ്ട്. ഇതൊക്കെ വേണ്ട രീതിയിൽ യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ല രീതിയിൽ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾ ജസ്റ്റ് മിസ് ചെയ്യുന്ന 1 മന്ത് മുൻപേ തീരുന്ന സിലബസുകൾ മാത്രമല്ല, പിന്നെന്താ, ഇത്രയും ഫീച്ചേഴ്സ് കൂടിയാണ്. അത് മനസ്സിലാക്കുക. ഒരു നല്ലൊരു മാർക്കിലേക്ക് എത്താൻ നമുക്ക് ഇതൊക്കെ ആവശ്യമാണ്. അല്ലാണ്ട് ഇതൊക്കെ വെറുതെ നമ്മൾ സ്റ്റൈലിന് ചേർത്ത് വെച്ചാണോ? അല്ല, ഇതൊക്കെ ആവശ്യമാണ്. ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്കോറിൽ എത്താൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അവിടെയാണെന്ത് നിങ്ങളൊരു ബാച്ചിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കേണ്ടത്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക്
ഏറ്റവും നല്ല ഓഫറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്, നമ്മളെ ഫ്രീഡം ഓഫർ. ഓക്കെ, 3599 നിങ്ങൾക്ക് നമ്മുടെ ബാച്ച് ഈ വർഷത്തേക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതായത് നാളെയും കൂടി ഈ ഒരു ഓഫർ ഉണ്ടാവും. നമ്മളെ ഫ്രീഡം ഓഫർ ഓഗസ്റ്റ് 50 ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തോ. ഓക്കെ, നാളെ കൂടെ ഈ ഒരു ഓഫർ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. റെഡി? അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ പഠിക്കുക. നല്ല മാർക്ക് നമുക്ക് ഈ വർഷം വാങ്ങേണ്ടതുണ്ട് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ഓണം എക്സാമിന് നന്നായിട്ട് പഠിക്കുക. നമ്മുടെ മാരത്തോണും മിനി മാരത്തോണും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ജോയിൻ ചെയ്യുക, പഠിക്കുക. ഓക്കെ അല്ലേ? നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.